ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് എന്ന് പറയുന്ന രണ്ട് ടോപ്പിക്കാണ്. പാരഗ്രാഫ് ഗ്രൂപ്പിലെ ഫസ്റ്റ് 2 ഓപ്ഷൻസ് ആണ് ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ്. ഓക്കെ, സോ ബുള്ളറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിർത്തേണ്ട കുറേ ടെക്സ്റ്റുകളെ നമ്പേഴ്സ് ലിസ്റ്റുകളെ നമുക്ക് വേർഡിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബുള്ളറ്റ്സുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്കിഷ്ടമുള്ള ബുള്ളറ്റ്സുകൾ ആദ്യം ചൂസ് ചെയ്യുക. ബുള്ളറ്റിൻ്റെ സ്റ്റൈല് ഓക്കെ, ഞാനിപ്പോൾ ഇതിനകത്ത് നിന്ന് ടിക്ക് മാർക്കാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. ദെൻ ടൈപ്പ് ചെയ്യുക. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇവിടെ വന്നോളും. ഇനി അത് ക്യാൻസൽ ചെയ്യണം. നെക്സ്റ്റ് ലൈനിൽ എനിക്ക് ബുള്ളറ്റ്സ് വേണ്ടാന്നുണ്ടെങ്കിൽ എൻ്റർ അടിക്കുക. ഒന്നുകൂടെ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അത് അവിടെ ക്യാൻസൽ ആയിക്കോളും. ഓക്കെ, ദെൻ അതുപോലെ തന്നെയാണ് നമ്പറിങ്ങും. നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോർമാറ്റ് ചൂസ് ചെയ്യുക. ദെൻ ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. വീണ്ടും ഒരു തവണ കൂടെ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അത് ക്യാൻസലായി പോകുന്നതാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ് ചൂസ് ചെയ്യുക. ഇനി നമുക്ക് ഇല്ലാത്തൊരു സ്റ്റൈലാണ് വേണ്ടത്. അതായത് ഇപ്പം ഇവിടെ ഞാൻ കുറേ ഇത് കൊടുത്തിട്ടുണ്ട്. എനിക്കതല്ല, പുതിയൊരു സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിൽ ഡിഫൈൻ ന്യൂ ബുള്ളറ്റ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള സിമ്പൽ ചൂസ് ചെയ്യാം. സിമ്പൽസിൽ പോയിട്ട് എനിക്കിപ്പോൾ ഞാൻ ഈ ഒരു സിമ്പൽ ചൂസ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഈ ഒരു സിമ്പൽ ചൂസ് ചെയ്തു. ദെൻ അത് ആഡ് ചെയ്തു. ദെൻ അതിൻ്റെ ഫോണ്ടിൽ പോയിട്ട് അതിന് കളർ കൊടുക്കാൻ പറ്റും. ഫോണ്ട് കളർ മാറ്റി നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ കൊടുക്കാൻ ഇവിടെ പോസിബിളാണ്. ദെൻ ഓക്കെ അടിച്ചു. ഓക്കെ, അപ്പോൾ ആ ബുള്ളറ്റ്സ് നമ്മുടെ ലിസ്റ്റിനകത്തേക്ക് ആഡ് ആയിട്ടുണ്ട്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ച് മുന്നോട്ട് പോകാം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ് കൊടുക്കുന്നത്. ഇനി ഇത് ഞാൻ ക്യാൻസൽ ചെയ്യുവാണ്. ക്ലിയർ ഓൾ ഫോർമാറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഞാനെല്ലാം ക്യാൻസൽ ചെയ്തു. ഇനി എനിക്ക് വേണമെങ്കിൽ ഈ ഓൾറെഡി ഉള്ളൊരു ടെക്സ്റ്റിന് ബുള്ളറ്റ്സ് അപ്ലൈ ചെയ്യണമെങ്കിലും അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ലിസ്റ്റിലുള്ള ബുള്ളറ്റ്സുകൾ ചൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെ നമുക്ക് ബുള്ളറ്റ്സുകൾ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ മൾട്ടി ലെവൽ ബുള്ളറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.